Once again, welcome back to Bosco Campus Vision YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. This time I am here with the paper Customs Duty and Overview. This is the 23rd lecture of the series. In this lecture, we are discussing about major current trends in foreign trade. Current trends are towards the increasing foreign trade and interdependence of firms, markets and countries. Intense competition among countries, industries and firms on a global level is a recent development out to the confluence of several major trends. ഫോറിൻ ട്രേഡിലുണ്ടായ റീസെൻറ്റ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് ഫോറിൻ ട്രേഡ് ഇൻക്രീസ് ചെയ്യുകയും ഓരോ ഫേംസിനും മാർക്കറ്റിലും ഓരോ കൺട്രിയും ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആവുകയും ചെയ്തു. ഗ്ലോബൽ ലെവലിൽ ഒരു ഇൻറ്റൻസ് കോമ്പറ്റീഷൻ കൺട്രീസ് തമ്മിലും ഇൻഡസ്ട്രീസ് തമ്മിലും ഫേമുകൾ തമ്മിലും ഉണ്ടായി. മേജർ ട്രെൻഡ്സിൻ്റെ ഒരു സംഗമം തന്നെയാണ് ഇതിന് കാരണമായത്. ഏതൊക്കെയാണ് ആ ട്രെൻഡ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫോഴ്സ്ഡ് ഡൈനാമിസം. International trade is forced to succumb to trends that shape the global political, cultural and economic environment. International trade is a complex topic because the environment it operates in is constantly changing. First, businesses are constantly pushing the frontier of economic growth, technology, culture and politics, which also change the surroundings, global society and global economic context. Secondly, factors external to international trade. Example, developments in science and information technology are constantly forcing international trade to change how they operate. ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ട്രെൻഡ്സിനെ ഷേപ്പ് ചെയ്യുന്നത് ഗ്ലോബൽ പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ ആ ഫോഴ്സിൽ കീഴ്പ്പെട്ടുകൊണ്ടാണ്. ഒരു ചേഞ്ചിങ് എൻവയോൺമെൻറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്യം ബിസിനസ്സുകൾ ഫോഴ്സ് ചെയ്യപ്പെട്ടത് എക്കണോമിക് ഗ്രോത്ത്, ടെക്നോളജി, കൾച്ചർ, പൊളിറ്റിക്സ് അതിൻ്റെ എല്ലാം ബേസിസിലായിരുന്നു. സെക്കൻഡ് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രേഡിനെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനാൽ ഫോഴ്സ് ചെയ്യപ്പെടുന്നു. എക്സാമ്പിൾ, സയൻസിലെയും ഇൻഫർമേഷൻ ടെക്നോളജിയിലെയും ഡെവലപ്മെൻറ്റ് എങ്ങനെയാണോ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇൻ്റർനാഷണൽ ട്രേഡിൽ ചേഞ്ച് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫോഴ്സ്ഡ് ഡൈനാമിസം. Countries operate to gain reciprocal advantages, to attack problems they cannot solve alone, and to deal with concerns that lie outside anyone's territory. പരസ്പര നേട്ടങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് കൺട്രീസ് തമ്മിൽ കോപ്പറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ സാധിക്കാത്ത പ്രോബ്ലംസിനെ ഒരുമിച്ച് നിന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കൺട്രീസ് തമ്മിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇൻ്റർനാഷണൽ ട്രേഡ് നടത്താം. മറ്റൊരു ടെറിട്ടറിയിലുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയും കൺട്രീസ് തമ്മിൽ കോപ്പറേറ്റ് ചെയ്യാം. എഗ്രിമെൻറ്റ്സ് ഓൺ എ വെറൈറ്റി ഓഫ് കൊമേഴ്ഷ്യലി റിലേറ്റഡ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ട്രേഡ് അലൗ നേഷൻസ് ടു ഗെയിൻ റെസിപ്രോക്കൽ അഡ്വാൻറ്റേജസ്. ഫോർ എക്സാമ്പിൾ, ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ഹാവ് എഗ്രീഡ് ടു അലൗ ഫോറിൻ എയർലൈൻസ് ടു ലാൻഡ് ഇൻ ആൻഡ് ഫ്ലൈ ഓവർ ദെയർ ടെറിട്ടറീസ്, such as Canada's and Russia's agreements commencing in 2001 to allow polar over flights that will save 5 hours between New York and Hong Kong. കൊമേഴ്ഷ്യലി റിലേറ്റഡ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ട്രേഡ് പോലെയുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കൺട്രീസ് തമ്മിൽ എഗ്രിമെൻറ്റിൽ ഏർപ്പെടാറുണ്ട്. ഫോർ എക്സാമ്പിൾ, കാനഡയും റഷ്യയും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു. 2001 മുതൽ അവർ ഫോറിൻ എയർലൈൻസിനെ അലൗ ചെയ്തുകൊണ്ട് എഗ്രീഡായി. ന്യൂയോർക്കിൽ നിന്നും ഹോങ്കോങ്ങിലേക്കുള്ള യാത്ര 5 hours സേവ് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു. തേർഡ് വൺ ഈസ് ലിബറലൈസേഷൻ ഓഫ് ക്രോസ് ബോർഡർ മൂവ്മെൻറ്റ്സ്. എവറി കൺട്രി റെസ്ട്രിക്ട്സ് ദ മൂവ്മെൻറ്റ് across its borders of goods and services
as well as of the resources such as workers and capital to produce them. Such restrictions make international trade cumbersome further because the restrictions may change at any time. The ability to sustain international trade is always uncertain. However, governments today impose fewer restrictions on cross-border movements that they did a decade or two ago, allowing companies to better take advantage of international opportunities. എല്ലാ കൺട്രിയും അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ക്രോസ് ബോർഡർ മൂവ്മെൻറ്റ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് റിസോഴ്സസിൻ്റെ കേസിലായാലും വർക്കേഴ്സിൻ്റെ കേസിലായാലും ക്യാപിറ്റൽ ആയാലും അതിലെല്ലാം ക്രോസ് ബോർഡർ മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഇൻ്റർനാഷണൽ ട്രേഡിനെ ബുദ്ധിമുട്ടിലാക്കും. അതുകൊണ്ട് റെസ്ട്രിക്ഷൻസ് ഏത് സമയം വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതും ആക്കി മാറ്റിയിട്ടുണ്ട്. ഗവൺമെൻറ് ഇപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് മാത്രമേ ക്രോസ് ബോർഡർ മൂവ്മെൻറ്റിന് മേൽ ഇമ്പോസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് കമ്പനീസിന് ഇൻ്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസിൽ ഒരു അഡ്വാൻറ്റേജ് നേടാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ലിബറലൈസേഷൻ ഓഫ് ക്രോസ് ബോർഡർ മൂവ്മെൻറ്റ്സിൽ ക്രോസ് ബോർഡറിലായിട്ടുള്ള മൂവ്മെൻറ്റ്സിനെ ലിബറലൈസ് ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ് പുതിയ ട്രെൻഡുകൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് ഹാസ് ഡിക്രീസ്ഡ് റെസ്ട്രിക്ഷൻസ് ബിക്കോസ് ദേ ബിലീവ് ദാറ്റ് so-called open economies having very few international restrictions will give consumers better access to a greater variety of goods and services at lower prices. ഗവൺമെൻറ് ഇൻ്റർനാഷണൽ ട്രേഡിന് മേലുള്ള റെസ്ട്രിക്ഷൻസ് കുറയ്ക്കാൻ കാരണമായത് ഒരു ഓപ്പൺ എക്കണോമിയിലൂടെയാണ്. ഒരു ഓപ്പൺ എക്കണോമി കൊണ്ടുവന്നതോടുകൂടി കൺസ്യൂമേഴ്സിന് വെറൈറ്റി ഓഫ് ഗുഡ്സിനെ ലോവർ പ്രൈസസിൽ ആക്സസ് ചെയ്യാൻ സാധിച്ചു. Then next one, producers will become more efficient by competing against foreign companies. ഫോറിൻ കമ്പനീസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനെ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഗവൺമെൻറ് അവരുടെ റെസ്ട്രിക്ഷൻസ് കുറച്ചത്. ദെൻ നെക്സ്റ്റ് വൺ, ഇഫ് ദേ റെഡ്യൂസ് ദെയർ ഓൺ റെസ്ട്രിക്ഷൻസ് അതർ കൺട്രീസ് വിൽ ഡു ദ സെയിം. നമ്മുടെ കൺട്രിയിൽ റെസ്ട്രിക്ഷൻസ് കുറയ്ക്കുകയാണ് എങ്കിൽ അതർ കൺട്രീസും അതുപോലെ റെസ്ട്രിക്ഷൻസ് കുറയ്ക്കുകയും നമുക്ക് അവിടേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യാനും ഒക്കെ സാധ്യമാകും. ഫോർത്ത് വൺ, ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി. ടെക്നോളജി ട്രാൻസ്ഫർ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് കൊമേഴ്ഷ്യൽ ടെക്നോളജി ഈസ് ഡിസെമിനേറ്റഡ്. This will take the form of a technology transfer transaction which may or may not be a legally binding contract, but which will involve the communication by the transferor of the relevant knowledge to the recipient. It also includes non-commercial technology transfers such as those found in international cooperation agreement between developed and developing states. Such agreements may relate to infrastructure or agricultural development or to the international cooperation in the fields of research, education, employment or transport. നെക്സ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നോളജി ട്രാൻസ്ഫർ. രണ്ട് ഡിഫറെൻറ്റ് കൺട്രീസ് തമ്മിൽ അവരുടെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ടെക്നോളജി ട്രാൻസ്ഫർ പറയുന്നത്. ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് റിലേറ്റഡ് ആവാം, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റുമായിട്ടുള്ള റിലേഷൻ ആവാം, ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ആവാം, റിസർച്ച്, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, ട്രാൻസ്പോർട്ട്, ഈ തരത്തിലുള്ള ടെക്നോളജിയുടെ ട്രാൻസ്ഫർ ആവാം ഇൻ്റർനാഷണൽ ട്രേഡായിട്ട് നമ്മൾ നടത്തുന്നത്. The next trend is growth in emerging markets. The growth of emerging markets, example India, China, Brazil and other parts of Asia and South America especially, has impacted international trade in every way. The emerging markets have simultaneously increased the potential size and worth of current major international trade while also facilitating the emergence of a whole new generation of innovation companies. പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് എമർജിംഗ് മാർക്കറ്റ്സിൻ്റെ ഗ്രോത്താണ്.
പുതിയ കമ്പനീസ് എമേർജ് ചെയ്തു, പുതിയ മാർക്കറ്റുകൾ കണ്ടെത്താൻ സാധിച്ചു. അതിലൂടെ ഒരുപാട് ഇൻ്റർനാഷണൽ ട്രേഡ്സിലേക്ക് നയിക്കാൻ ഇതിന് സാധിച്ചിട്ടുണ്ട്. These are the major trends in international trade. Okay, my dear students, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.